നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഒരു കാലഘട്ടത്തിലെ ഏറ്റവും സ്ട്രോങ് പ്ലെയർ ആയിരുന്ന അമേരിക്കൻ ചെസ് ഇതിഹാസം ഫ്രാങ്ക് മാർഷലിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1941 ആൽവിൻ കാസ് എന്ന ഒരു ചെസ് പ്ലെയർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എതിരാളി. ഈ ഗെയിമിൽ മാർഷൽ വൈറ്റ് സൈഡും കാസ് ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് C5 മൂവ് ചെയ്യുന്നു. സിസിലിയൻ ഡിഫൻസ് ആണ്. ഇപ്പോൾ ബ്ലാക്കിന് പോൺ വെച്ച് സെൻറ്ററിൽ കൺട്രോൾ ഉണ്ട്. ആ കൺട്രോൾ നേടിയെടുക്കുന്നതിനായിട്ട് വൈറ്റ് സൈഡിലെ ഒരു പോണിനെ ഗാംബിറ്റാണ് B4 മൂവ് ചെയ്തുകൊണ്ട് C5 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഈ ഗാംബിറ്റ് വിങ് ഗാംബിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ബ്ലാക്ക് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നൈറ്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ D4 മൂവ് ചെയ്തുകൊണ്ടോ ആ സെൻറ്ററിലെ കൺട്രോൾ പൂർണ്ണമായും നേടിയെടുക്കാമെന്നാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം E5 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പ് വെച്ച് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം സെൻറ്ററിലേക്ക് ഒരു കൺട്രോളോട് കൊണ്ടുവരുന്നു. വൈറ്റ് വേഗം ആ പോണിനെ ടാർഗറ്റ് ആണ്. നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെതിരെ ഒരറ്റാക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം B4 പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഇതോടെ ഈ B4 പോണിനെതിരെ 3 അറ്റാക്ക് വന്നിട്ടുണ്ട്. വൈറ്റിനെ ഇപ്പോൾ വേണമെങ്കിൽ B5 ഇതുകൊണ്ട് ആ പോണിനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കുന്നതോടൊപ്പം ബ്ലാക്കിന് നൈറ്റിനെ തിരിച്ചറ്റാക്കുകയും ചെയ്യാം. എന്നാൽ വൈറ്റ് ഇപ്പോൾ ആ പോണിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം അടുത്ത പീസിനെ ഗെയിമിലേക്ക് കൊണ്ടുവരാണ്. ബിഷപ്പിനെ C4ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിനെ സംബന്ധിച്ചിടത്തോളം സെൻറ്റർ സ്ട്രോങ് ആണ്. വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല. അതുകൊണ്ട് ആ ഗാംബിറ്റ് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് പോൺ എടുക്കുന്നു. വൈറ്റിനെ ഇപ്പോൾ വേണമെങ്കിൽ കാസിനും ചെയ്യാം. അല്ലെങ്കിൽ ബിഷപ്പിനെ B2ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് E5 പോണിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കാം. എന്നാൽ വൈറ്റ് ഇപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നില്ല. പകരം ഈ ക്വീൻ സൈഡിലെ ഒരു പോണിനെ കൂടെ എക്സ്ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. C3 ചെയ്തുകൊണ്ട് B4 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ ആ പോണിട്ടെടുത്തുകൊണ്ട് തന്നെ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാമെന്നാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. എന്നാൽ ഇപ്പോൾ B4 പോണിന് 2 പീസുകളുടെ സപ്പോർട്ടുണ്ട്. വൈറ്റ് പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ ആ പോണിനെ തിരിച്ചു കൊടുത്തിക്കൊണ്ട് തന്നെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാമെന്നാണ് ബ്ലാക്കിൻ്റെ പ്ലാൻ. അതുകൊണ്ട് തന്നെ ബ്ലാക്കും ഇപ്പോൾ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം ക്വീനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് E5 പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം ഈ ഡയഗണലും ടാർഗറ്റ് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോഴും കാസ്റ്റിംഗിന് ശ്രമിക്കുന്നില്ല. പകരം ഈ സെൻറ്റർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. D4 മൂവ് ചെയ്തുകൊണ്ട് E5 പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ വൈറ്റ് പോൺ വെച്ച് തിരിച്ചോട്ടുന്നതോടെ സെൻറ്റർ പൂർണ്ണമായും വൈറ്റിൻ്റെ കൺട്രോളിലാകും. ഇവിടെ ഇപ്പോൾ ബിഷപ്പ് വെച്ച് ഈ ക്വീനെതിരെ അറ്റാക്ക് വരാനും സാധ്യതയുണ്ട്. ബ്ലാക്ക് ആദ്യം ആ പ്രശ്നം പരിഹരിക്കുകയാണ്. H6 മൂവ് ചെയ്തുകൊണ്ട് G5 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് ഒരു കൂട്ട എക്സ്ചേഞ്ചിലേക്ക് പോവാണ്. ആദ്യം പോൺ വെച്ച് പോണോട്ടുന്നു. ബ്ലാക്ക് നൈറ്റ് വെച്ച് തിരിച്ചോട്ടുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് നൈറ്റിനോട്ടുന്നു. ബ്ലാക്ക് ക്വീന് വെച്ച് തിരിച്ചോട്ടുന്നു. അതിനുശേഷം വൈറ്റ് കിങ് സെല്ലിലേക്ക് കാസിന് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് വീണ്ടും ഒരേ സമയം 2 പോണുകൾ സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് പോൺ വെച്ച് C3 പോണാണ് ഇട്ടുന്നതെങ്കിൽ ക്വീനെ B3ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് കൊടുത്ത ശേഷം നൈറ്റ് വെച്ച് ആ നഷ്ടപ്പെട്ട പോണ് തിരിച്ചെടുക്കാം. അല്ലാതെ ക്വീൻ വെച്ച് E4 പോണിട്ടാണെങ്കിൽ സിമ്പിൾ ട്രാപ്പാണ്. റൂക്ക് വെച്ച് ഇങ്ങനെ അറ്റാക്ക് കൊടുത്തുകൊണ്ട് ക്വീനെ നേടിയെടുക്കാം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള മൂവുകൾക്കൊന്നും നിൽക്കുന്നില്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൂവാണ് ചെയ്യുന്നത്. ബിഷപ്പിനെ D6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത ഒറ്റ മൂവിൽ ചെക്ക്മേറ്റ് ആണ് ലക്ഷ്യം. ഇവിടെ ഇപ്പോൾ വൈറ്റ് കുറച്ച് ശ്രദ്ധിക്കണം. ഈ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ F4 മൂവ് ചെയ്യണമെങ്കിൽ ക്വീൻ C5ലേക്ക് വന്ന് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ F4 മൂവ് ചെയ്യുന്നില്ല. പകരം G3 മൂവ് ചെയ്തുകൊണ്ട് ഈ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റ് ചെയ്തത് ഒരു ഡിഫെൻസിങ് മൂവായിട്ട് തോന്നുമെങ്കിലും ഇതൊരു അറ്റാക്കിംഗ് മൂവ് കൂടെയാണ്. കാരണം ഇപ്പോൾ ഈ പോണിന് F4ലേക്ക് ഒരു കൺട്രോൾ ഉണ്ട്. ആ കൺട്രോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൈറ്റിനെ ബിഷപ്പിനെ അങ്ങോട്ടേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനെയും ബിഷപ്പിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാൻ അവസരം കിട്ടും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ബ്ലാക്ക് അഡ്വാൻസ് ആയിട്ട് ബിഷപ്പിനെ അവിടെ നിന്ന് മാറ്റാണ്. ബിഷപ്പിനെ E7ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് ആ അറ്റാക്കിലേക്ക് തന്നെ പോവാണ്. ബിഷപ്പിനെ F4ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ക്വീനെ F6ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റിന് ഇപ്പോൾ ആണെങ്കിൽ പോണിനെ മുന്നോട്ട് കൊണ്ടുപോയി ആ ക്വീനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കാം. എന്നാൽ അങ്ങനെ ഒരു അറ്റാക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വൈറ്റ് റൂക്കിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. റൂക്കിനെ E1ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ വൈറ്റ് ഇനി ഈ പോൺ വെച്ച് ക്വീനെ അറ്റാക്ക് ഒന്നും ഉറപ്പായി. ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബ്ലാക്ക് ഒരു കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അഡ്വാൻസ് ആയിട്ട് H5 മൂവ് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ തന്നെ പോൺ വെച്ച് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണെങ്കിൽ ബ്ലാക്കിനെ ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നതോടൊപ്പം വൈറ്റിനെ ബിഷപ്പിനെ തിരിച്ചറ്റാക്കാൻ അവസരം കിട്ടും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ തന്നെ ഒരു അറ്റാക്കിലേക്ക് പോകുന്നില്ല. പകരം അടുത്ത പീസിനെ കൂടെ ഡെവലപ്പ് ചെയ്യാണ്. നൈറ്റിനെ D2ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ സപ്പോർട്ടും ചെയ്യുന്നു.
ഇവിടെ ബ്ലാക്ക് പ്ലാൻ ചെയ്ത അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാണ്. അടുത്തായിട്ട് H4 മൂവ് ചെയ്തുകൊണ്ട് G3 പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടൊക്കെയോ അല്ലെങ്കിൽ ഈ പോണിനെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ബിഷപ്പിന് സപ്പോർട്ട് ഇല്ലാതാകാം. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഈ അറ്റാക്കിനെതിരെ പ്രതിരോധിക്കുന്നില്ല. പകരം E5 മൂവ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഈ ഒരു അറ്റാക്ക് ബ്ലാക്ക് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ബ്ലാക്ക് വേഗം ക്വീനെ C6 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഡയഗണൽ പൂർണ്ണമായും ബ്ലാക്കിൻ്റെ കൺട്രോളിലായിട്ടുണ്ട്. അതിനോടൊപ്പം ഈ ബിഷപ്പിനെതിരെ അറ്റാക്കും വന്നിട്ടുണ്ട്. ആ ബിഷപ്പിന് നൈറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലും അടുത്ത മൂവിൽ പോൺ വെച്ച് പോണിട്ട് കൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് വരുന്നതോടെ വൈറ്റിന് ഇതിൽ ഒരു പീസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈറ്റ് ആദ്യം തന്നെ ആ പ്രശ്നം പരിഹരിക്കുകയാണ്. പോൺ വെച്ച് B4 പോണിനെ വെട്ടിയെടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ആ പോണിനെ ഇട്ടെടുത്തുകൊണ്ട് നൈറ്റിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വൈറ്റിന് ക്വീനെ B3 കൊണ്ടുവന്ന് ആ ബിഷപ്പിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം F7 ഇങ്ങനെ ഒരു അറ്റാക്കിന് ചാൻസ് കിട്ടും. ആ നൈറ്റിന് ബിഷപ്പിൻ്റെ സപ്പോർട്ടും ഉണ്ട്. എന്നാൽ ബ്ലാക്കിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഈ H3 മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെക്ക്മേറ്റിനുള്ള സാധ്യതയുണ്ട്. അതിന് ഇപ്പോൾ തന്നെ ട്രൈ ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് F3 മൂവ് കൊണ്ട് ഈ ഡയഗണൽ ക്ലോസ് ചെയ്യാൻ കഴിയും. അല്ലാതെ പോൺ വെച്ച് പോണോട്ടാണെങ്കിൽ ഈ ബിഷപ്പ് വെച്ച് തിരിച്ചുവിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം ഈ ബിഷപ്പിനെ ഇവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് G5 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം. അതായത് ഇപ്പോൾ ഈ ബിഷപ്പ് അറ്റാക്കിൽ നിന്ന് മാറുമ്പോൾ പോൺ വെച്ച് പോണിനെടുക്കാം. ഇപ്പോൾ H4 വെച്ചാണ് വെട്ടിയെടുക്കുന്നതെങ്കിൽ ക്വീനോ റൂക്കോ H1 ഒന്ന് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ F4 വെച്ചാണ് വെട്ടിയെടുക്കുന്നതെങ്കിൽ B5 കൊണ്ട് ഈ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം ലാഡ്സ്കർ ബിഷപ്പിൻ്റെ ഡയഗണലും ഓപ്പൺ ചെയ്യാം. ഈ ബിഷപ്പ് അറ്റാക്കിൽ നിന്ന് എങ്ങോട്ടെങ്കിലും മാറുമ്പോൾ ആ ബിഷപ്പിനെ എങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഒരു ചെക്ക്മേറ്റിന് ശ്രമിക്കാം. അല്ലാതെ ഇവിടെ പോൺ വെച്ച് പോണിട്ടപ്പോൾ ഈ രണ്ട് പോൺ വെച്ചും വെട്ടിയെടുക്കാതെ വേറെ എന്തെങ്കിലുമാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഒരു ചെക്കോട് കൂടി ഈ പോണിനെ വെട്ടിയെടുക്കാനും അടുത്ത മുമ്പിൽ പോണിനെ പ്രൊമോട്ട് ചെയ്ത് ക്വീനാക്കി ചെക്ക്മേറ്റ് ചെയ്യാനും അവസരം കിട്ടും. ഇങ്ങനെ പലതരത്തിലുള്ള അറ്റാക്കിംഗ് സാധ്യതകളാണ് ഇപ്പോൾ ബ്ലാക്കിൻ്റെ ഭാഗത്തുള്ളത്. എന്നാൽ വൈറ്റ് സൈഡ് കളിക്കുന്നത് ഫ്രാങ്ക് മാർഷലാണ്. അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതുപോലുള്ള ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ പലതരം സാക്രിഫൈസുകളിലൂടെ എതിരാളികളെ കൺഫ്യൂഷനിലാക്കി ഗെയിം തിരിച്ചു പിടിക്കുക എന്നതാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിലുള്ള സാക്രിഫൈസുകൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഈ അറ്റാക്കുള്ള ബിഷപ്പിനെ എങ്ങോട്ടേക്കും മാറ്റുന്നില്ല. പകരം ബിഷപ്പ് വെച്ച് G5 പോണെടുത്തുകൊണ്ട് ആ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിനെ നൈറ്റിനെ E4 കൊണ്ടുവന്ന് ഈ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം ഈ ക്വീൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യാനും കഴിയും. ഇത് മറ്റൊരു സാക്രിഫൈസ് കൂടെയാണ്. അതായത് ഈ നൈറ്റ് ഇങ്ങോട്ടേക്ക് മാറുന്നതോടെ ഈ ബിഷപ്പിനുള്ള സപ്പോർട്ട് നഷ്ടപ്പെടും. എന്നാൽ ബ്ലാക്കിന് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനൊരു ഫോർക്ക് ചെക്ക് വരുന്നതോടെ ആ ക്വീൻ നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നതോടൊപ്പം ഈ സ്ക്വയറും കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും വൈറ്റിന് ഇങ്ങനൊരു ചെക്ക് കൊടുക്കുക. ബിഷപ്പ് വെച്ച് നൈറ്റിനോടാണെങ്കിൽ പോൺ പോയി തിരിച്ചോട്ട് ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കുക. കിങ് ഇപ്പോൾ അറ്റാക്കിൽ നിന്നും എങ്ങോട്ട് തന്നെ മാറിയാലും ക്വീൻ കൂടെ E2 വരുന്നതോടെ ഈ അറ്റാക്ക് വളരെ സ്ട്രോങ് ആകും. അല്ലാതെ ഇവിടെ നൈറ്റ് വെച്ച് ചെക്ക് വരുമ്പോൾ ബിഷപ്പ് വെച്ച് വെട്ടുന്നതിന് പകരം കിങ് D8 മാറുന്നതെങ്കിൽ നൈറ്റ് വെച്ച് ഇങ്ങനെ ഒരു ഫോർക്ക് ചെക്ക് കൊടുക്കുക. അല്ലാതെ കിങ് F8 മാറുന്നെങ്കിലും ആദ്യം ബിഷപ്പിനെ D5 കൊണ്ടുവന്ന് ഈ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നതോടൊപ്പം ക്വീനെതിരെ അറ്റാക്കും കൊടുക്കാം. ആ ക്വീൻ ഇപ്പോൾ എങ്ങോട്ട് തന്നെ മാറിയാലും വൈറ്റിനെ ക്വീനെ F3 കൊണ്ടുവന്ന് ഇങ്ങനൊരു ചെക്ക്മേറ്റിന് ശ്രമിക്കുക. ഈ അറ്റാക്കും വളരെ സ്ട്രോങ് ആണ്. ഇങ്ങനെ പല വിധത്തിലുള്ള ഉദ്ദേശങ്ങളുമായിട്ടാണ് വൈറ്റ് ഒരു ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ആ ട്രാപ്പിൽ വീഴുന്നില്ല. പകരം നേരത്തെ പ്ലാൻ ചെയ്ത അറ്റാക്കിലേക്ക് തന്നെ പോവുകയാണ്. പോൺ വെച്ച് G3 പോണിനോട്ട് എടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് നേരത്തെ പ്ലാൻ ചെയ്ത അതേ ഉദ്ദേശങ്ങൾ തന്നെയാണ്. വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ആ ബിഷപ്പിനോട് എടുക്കുകയാണെങ്കിൽ പോൺ വെച്ച് പോണിനോട്ട് ചെക്ക് കൊടുക്കുകയും ആ പോണിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ഒന്നാമത്തെ ഉദ്ദേശം. അല്ലാതെ H4 വെച്ച് വെട്ടിയെടുക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ F4 വെച്ചാണ് വെട്ടിയെടുക്കുന്നത്. പോൺ വെച്ച് പോണിനെടുക്കുന്നു. ഇതോടെ ബ്ലാക്ക് തൻ്റെ പ്ലാൻ ബി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് B4 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം ലാഡ്സ്കർ ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. എന്നാൽ മാർഷൽ ഇവിടെ അടുത്തൊരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ഈ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം റൂക്കിനെ C1 കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ അതേ ഉദ്ദേശം തന്നെയാണ്. ബ്ലാക്ക് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു ചെക്ക്മെൻറ്റിന് ശ്രമിക്കുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് F7 പോയിന്റ് എടുത്തുകൊണ്ട് ആ ക്വീനെ നേടിയെടുക്കുന്നതാണ് വൈറ്റിൻ്റെ ഉദ്ദേശം.
അതുകൊണ്ട് ബ്ലാക്ക് ഇത്തവണ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ് പോൺ വെച്ച് ബിഷപ്പിനോട് എടുക്കുന്നു. ഇന്നെന്തായാലും ആ ഡിസ്കവർ അറ്റാക്കിനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇനി ബ്ലാക്കിന് പ്ലാൻ ചെയ്തതുപോലെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു ചെക്ക്മെൻറ്റിന് ശ്രമിക്കുക. എന്നാൽ വൈറ്റ് ഇപ്പോഴും ആ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം അടുത്തൊരു ഡിസ്കവർ അറ്റാക്കിനുള്ള സാധ്യത ഉണ്ടാക്കുകയാണ്. നൈറ്റ് ഉപയോഗിച്ച് C4 പോൺ എടുക്കുന്നു. ഇപ്പോഴും ബ്ലാക്ക് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നൈറ്റിനെ മാറ്റിക്കൊണ്ട് ചെക്ക് വരികയും ക്വീൻ നഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പോൾ എന്തായാലും ഈ ക്വീനിന് ഈ ഡയഗണലിൽ തന്നെ തുടരാൻ കഴിയില്ല. എവിടേക്ക് പോയാലും അറ്റാക്കാണ്. ഇപ്പോൾ B7 തിരിച്ചു പോവുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് ഈ ബിഷപ്പിനോട്ട് എടുക്കും. ഇപ്പോൾ കിങ് വെച്ച് തൊട്ടാണെങ്കിൽ ക്വീൻ വന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് വരും. അല്ലാതെ നൈറ്റ് വെച്ച് തൊട്ടാണെങ്കിൽ ഈ സ്കോറിലേക്ക് വേറെ കൺട്രോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് വരുമ്പോൾ വീണ്ടും ക്വീൻ നഷ്ടപ്പെടും. അങ്ങനെ വീണ്ടും പലതരം അറ്റാക്ക് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ക്വീനെ E6 മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ വൈറ്റിൻ്റെ ഭാഗത്തുനിന്നും അടുത്തൊരു ബ്രില്യൻ്റ് മൂവരാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വൈറ്റ് വീണ്ടും ഒരു സാക്രിഫൈസ് ആണ് ചെയ്യുന്നത്. നൈറ്റിനെ D6 കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോൺ വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ഇങ്ങനെ ഒരു അറ്റാക്ക് കൊടുക്കുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ബ്ലാക്ക് ഇത്തവണ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം കിങ്ങിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. കിങ്ങിനെ D8 മൂവ് ചെയ്യുന്നു. ഇപ്പോഴും വൈറ്റിൻ്റെ ഈ ബിഷപ്പ് അറ്റാക്കിലാണ്. എന്നാൽ വൈറ്റ് ഇപ്പോൾ ആ ബിഷപ്പുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം ക്വീനെ C2 മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. എന്നാൽ ഇത്തവണ ബ്ലാക്ക് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിനിട്ട് എടുത്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതാണ്. അപ്പം കിങ്ങിന് മുതലുള്ള സ്പേസ് ഉണ്ടാക്കുന്നു. ഇവിടെ വൈറ്റിൻ്റെ ഭാഗത്തുനിന്നും വീണ്ടും ഒരു ബ്രില്യൻ്റ് മൂവരാണ്. വീഡിയോ ഒന്നുകൂടെ പോസ്റ്റ് ചെയ്ത ശേഷം ആ മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇത്തവണ വൈറ്റ് ക്വീനെയാണ് സാക്രിഫൈസ് ചെയ്യുന്നത്. ക്വീന് വെച്ച് C8 ബിഷപ്പിനിട്ട് എടുത്തുകൊണ്ട് ആ ക്വീനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത 2 മൂവിൽ സെഗ്മെൻ്റ് ആണ്. അതായത് റൂക്ക് വെച്ച് ക്വീനോട്ടാണെങ്കിൽ റൂക്ക് വെച്ച് റൂക്കിനെ കിട്ടും. അപ്പോഴും ചെക്കാണ്. കിങ്ങിന് E7 മാത്രമേ മാറാൻ കഴിയുള്ളൂ. ഈ സമയത്ത് റൂക്ക് വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അതുകൊണ്ട് ബ്ലാക്ക് ഈ സാക്രിഫൈസ് ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം കിങ്ങിനെ മാറ്റാണ്. കിങ്ങിനെ E7 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് ക്വീൻ വെച്ച് റൂക്കിനിട്ട് എടുത്തോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കായിരുന്നു. കാരണം ബ്ലാക്കിനിപ്പോൾ നല്ല മൂവുകളൊന്നുമില്ല. ബ്ലാക്കിനിപ്പോൾ എന്ത് തന്നെ ചെയ്താലും അടുത്ത മുമ്പിൽ ക്വീൻ E8 ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ബ്ലാക്കിനിപ്പോൾ ആ ചെക്ക്മേറ്റ് ഒഴിവാക്കണമെങ്കിൽ ഈ നൈറ്റിനെ ഇവിടെ നിന്ന് ഒഴിവാക്കേണ്ടി വരും. അതിനായിട്ട് ഈ ക്വീനെ നഷ്ടപ്പെടുത്തി കളിക്കേണ്ടി വരും. ശരിക്കും ഇതൊരു വൺ സൈഡ് ഗെയിമായിരുന്നു. ബ്ലാക്കിൻ്റെ പ്ലാനുകൾ സക്സസ് ആവാത്തതാണെങ്കിലും അതുകൂടെ ഉൾപ്പെടുത്തിയതുകൊണ്ടാണ് ഒരു ടഫ് ഗെയിമായിട്ട് തോന്നുന്നത്. ചെസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച മൂവായിട്ട് കണക്കാക്കപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗെയിം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ കാണാൻ ശ്രമിക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.